പ്രിയ സൺഡേ ശാലോം പ്രേക്ഷകരെ, ഞാൻ മാത്യുവച്ചൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരവായിരിക്കും പറയുക? ചിലർ പറയും അങ്ങനൊന്നും ചോദിക്കുന്നത് ശരിയല്ല, കാരണം എല്ലാ അവയവത്തിനും അതിൻ്റേതായ ദൗത്യമുണ്ട്, അതുകൊണ്ട് ഓരോ അവയവവും പ്രധാനപ്പെട്ടതാണ്. ഒരു അവയവം അതിൻ്റെ ദൗത്യം ചെയ്യുന്നു, മറ്റേ അവയവം മറ്റേ ദൗത്യം ചെയ്യുന്നു, അങ്ങനെയാണ്. അതുകൊണ്ട് ഒന്നും മറ്റൊന്നിനേക്കാൾ കേമമല്ല എന്ന് ചിലർ പറയും. വേറെ ചിലർ പറയും കണ്ണാണ് ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവം. കാരണം ഈ മനോഹരമായ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും കണ്ണെന്ന അവയവം ഉള്ളതുകൊണ്ടല്ലേ. മാത്രമല്ല, ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ പോലെയല്ല കണ്ണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റ് അവയവങ്ങളൊക്കെ മാംസളമാണെങ്കിൽ കണ്ണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷമായ ചില കാര്യങ്ങളാലാണ്, പ്ലാസ്റ്റിക് പോലെയുള്ള ചില കാര്യങ്ങളാലാണ്. അതുകൊണ്ട് കണ്ണാണെന്ന് പറയും. അവർ വേണമെങ്കിൽ ബൈബിളിലെ ഒരു വചനവും കൂട്ടിച്ചേർക്കും, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്കെന്ന് ഈശോനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വേറെ ചിലർ പറയും കണ്ണും അതുപോലെ തന്നെ കാത് പ്രധാനപ്പെട്ടതല്ലേ, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതും കാതുകൊണ്ടല്ലേ. കണ്ണില്ലാത്ത ഒരാൾക്കും ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ പറ്റുമല്ലോ, അപ്പോൾ ദൈവത്തെ അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് കാതാണ് ഏറ്റവും വലുതെന്ന് വേറെ ചിലർ പറയും. വേറെ ചിലർ പറയും കാലുകളാണ്, വേറെ ചിലർ പറയും കൈകളാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വരും. ഒരിക്കൽ സ്വർഗത്തിൽ ഈശോയും പത്രോസ്ലീഹായും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഒരു നിർദ്ദേശം പത്രോസ്ലീഹായ്ക്ക് കൊടുത്തു. പത്രോസ്ലീഹായ്ക്ക് കൊടുത്ത നിർദ്ദേശം ഇതാണ്: സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മരിച്ചുപോയ ആത്മാക്കൾ വരുമ്പോൾ അവരോട് പത്രോസ്ലീഹ ചോദ്യം ചോദിക്കണം, ഏതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമെന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന്. അങ്ങനെ പത്രോസ്ലീഹ സമ്മതിച്ചു. പത്രോസ്ലീഹ ആത്മാക്കൾ വരാൻ തുടങ്ങിയ സ്വർഗത്തിലേക്ക്. അപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു, ഏതാണ് ഏറ്റവും വലിയ അവയവം, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് ചോദിച്ചു. ഓരോരുത്തരും ഇതേ ഉത്തരം, കണ്ണാണെന്നും കാതാണെന്നും കാലാണെന്നും കൈയാണെന്നും ഹൃദയമാണെന്നും ഒക്കെ പലരും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഉത്തരങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ പത്രോസ്ലീഹ കൊണ്ട് സമർപ്പിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, ആരും ഈ പരീക്ഷയിൽ ജയിച്ചില്ലല്ലോ. അപ്പോൾ പത്രോസ്ലീഹ ഈശോയോട് ചോദിച്ചു, ഏറ്റവും വലിയ അവയവം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, ഏറ്റവും ഉപയോഗിക്കപ്പെടേണ്ട അവയവം ഏതാണ് എന്നാണ് അങ്ങ് പറയുന്നത്? ഉടനെ ഈശോ പറഞ്ഞു, എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ ചുമലാണ്, മനുഷ്യൻ്റെ ചുമലാണ്, അവൻ്റെ തോളാണ്. കാരണം അവനവൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തോളാണ്. അതുപോലെ മറ്റു മനുഷ്യർ വിഷമിക്കുമ്പോൾ അവരെ തോളത്ത് കിടത്തി തോളത്തേക്ക് ചാരി നിർത്തിയാണ് ആശ്വസിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ശരീരാവയവം നമ്മുടെ ഷോൾഡറാണ്, തോളാണ്. അതുകൊണ്ട് ഷോൾഡർ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു അത്രമാത്രം ഒരു വ്യക്തി ശ്രേഷ്ഠനാകും. അതുകൊണ്ട് കണ്ണും കാതുമെല്ലാം ശ്രേഷ്ഠമാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഷോൾഡറാണ് ഏറ്റവും ശ്രേഷ്ഠമായ അവയവമെന്ന് ഞാൻ പറയുകയാണ്. യേശുനാഥൻ പറഞ്ഞു നിർത്തി. പ്രിയമുള്ളവരെ, ഒരു പുതിയ ഔട്ട്ലുക്കോടെ നിങ്ങൾ നിങ്ങളുടെ തോളുകളെ ഒന്ന് നോക്കുക. എത്ര പേര് അവർ സങ്കടം കൊണ്ട് കരഞ്ഞപ്പോൾ നിങ്ങളുടെ തോളിൽ ചാരി ആശ്വാസം നേടിയിട്ടുണ്ട്? എത്ര പേരുടെ ഭാരങ്ങൾ നിങ്ങൾ ഈ തോളിൽ വഹിച്ചിട്ടുണ്ട്? തോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, മറക്കരുതേ.